മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹാസ് ഡേയ്സ്, നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. എന്താണ് നോഹയുടെ ദിവസങ്ങളുടെ പ്രത്യേകത? അതൊരു അടയാളമാണ്, ഒരു മുന്നറിയിപ്പായി കർത്താവ് നമുക്ക് നൽകിയതാണ്. ജലപ്രളയം വന്ന് നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ പ്രവേശിക്കുന്നത് വരെ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം കൊടുത്തും അവർ ജീവിച്ചു പോന്നു. തിന്നുന്നതും കുടിക്കുന്നതും പാപമാണ്? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. പിന്നെ എന്തുകൊണ്ട് പരിശുദ്ധ വചനം അത് പഠിപ്പിക്കുന്നത്? അതിനുവേണ്ടി മാത്രം ജീവിച്ചു. നിത്യതയുടെ ദർശനം അവർക്കില്ലായിരുന്നു. ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം തങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവന്റെ ജീവിതം ഇവിടെ ജീവിക്കണമെന്നുള്ള ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു, ആ ബോധ്യം നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾ, ലോകം കണ്ടുകൊണ്ട് വെറും ലൗകികരായി ലോകത്തിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടി സുഖലോലുപതയിൽ അവർ മുങ്ങിത്താന്ന് അവർ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവർ ജീവിച്ചു പോകുന്നുവെന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ തലമുറയിലേക്ക് നോക്ക്. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്ന എത്ര 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 ദൈവമക്കളുണ്ട് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് നിത്യജീവന്റെ ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന എത്ര എത്ര ദൈവമക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. ഉണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. നല്ലൊരു ശതമാനം ഈ നിത്യസത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം മൂടപ്പെട്ട് ഈ ലോകത്തിന് ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിക്കൊണ്ട് ലൗകികതയുടെ നശ്വരമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ തകർച്ച സംഭവിക്കരുത്. നമുക്കറിയാം, ലൗകികത ഒരിക്കലും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കില്ല. ആ സ്പിരിറ്റ് വേറെയാണ് സഹോദരങ്ങളെ. സ്പിരിറ്റ് ഓഫ് വേൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഹോളി സ്പിരിറ്റ് അല്ല. ആ സ്പിരിറ്റ് വേറെയാ. അത് പൈശാചിക സ്പിരിറ്റാണ്. ഈ ലോകത്തിൻ്റെ ദേവന്റെ സ്പിരിറ്റാണ് ലോകാരൂപിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. അവർ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഈ ലോകത്തിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. തങ്ങൾക്കൊരു മരണമുണ്ടെന്നും ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യത കർത്താവിനോടുകൂടെ ചെലവഴിക്കണമെന്നുള്ള ദർശനം അവർക്കില്ല. നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയൊരു തലമുറയായിരുന്നു നോഹയുടെ കാലത്തുള്ള തലമുറ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹാസ് ഡേയ്സ്, നോഹയുടെ ദിവസങ്ങൾ പോലെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു.